ഇന്ന് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. ഒരുപാട് യങ്സ്റ്റേഴ്സിനെ കാണാൻ പറ്റും. എസ്പെഷ്യലി എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ ചേഞ്ചസ് വരുന്നതിലോട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണിത് ആക്ച്വലി, റൈറ്റ്? ഒരു റൈറ്റ് ആൻഡ് ബോൾഡ് മൂവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഡ്യൂക്കേഷൻ എന്നുള്ളത് എപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക്കാണ്, എസ്പെഷ്യലി ഒരു AI മറ്റു കാര്യങ്ങളൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം ഒരു ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളത് എല്ലാവരും വളരെ വളരെ ആകാംക്ഷയോടെ നോക്കുന്നൊരു സംഭവമാണ്. മാത്രമല്ല പല ആളുകളും ഒരു ബ്രോക്കൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണെന്നുള്ളത് അവരുടെ ലൈഫിൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ എന്നുള്ളതൊരു ഇത്തരമൊരു സ്കെയിലപ്പ് കോൺക്ലേവിൽ ഒരു ഡിസ്കഷൻ പോയിൻ്റ് ആവുന്നു എന്നുള്ളത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പൊതുവെ ഒരു ബിസിനസ് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാറില്ല, ഒരു പക്ഷേ എഡ്യൂക്കേഷൻ എന്നുള്ളത് എത്രത്തോളം ഒരു ഡിസ്കഷൻ പോയിൻ്റ് ആയിട്ട് വരാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരം ഒരു പോയിൻറ്റഡ് സെഷൻ നടന്നു എന്നുള്ളത് തന്നെ ഇറ്റ് സേസ് എ ലോട്ട്. സ്കൂളുകൾ മാറണം, ഡെഫിനറ്റ്ലി മാറും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു ഇൻഡിവിജ്വൽ സ്പേസിലോട്ട് ഓരോ കുട്ടിയെയും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാവുന്ന സിസ്റ്റംസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾസിൻ്റെ റോള് മാറണം. സ്കൂൾസ് അടച്ചുപൂട്ടുന്നല്ല, സ്കൂൾസിൻ്റെ റോള് മാറണം. സ്കൂൾസ് കുറച്ചുകൂടി ഒരു കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള, അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള, അവരുടെ ഡൗട്ട്സ് സോൾവ് ചെയ്യാനുള്ള സ്ഥലങ്ങളായിട്ട് ആക്ച്വലി സ്കൂൾസ് മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത്. അതാണ് ഞാൻ ഫ്ലിപ്ഡ് ക്ലാസ് റൂംസ് എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. നേരെ മറിച്ച് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് അവരുടെ സ്പേസ് അനുസരിച്ച്, അവരുടെ സമയം അനുസരിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഓൺലൈനിൽ രൂപീകരിക്കാൻ സാധിക്കും. നമ്മുടെ മോട്ടീവ് എന്നുള്ളത് ഒരു 4th tier യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ട് ഒരു ജെറിയാട്രിക് ഹോമിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ വി ഷുഡ് ക്വസ്റ്റ്യൻ ദാറ്റ് മോട്ടീവ്. ഇന്ത്യയിൽ ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് എത്ര സ്റ്റുഡൻസ് പ്രോബ്ലി ഡൽഹി യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നുണ്ട്? CUTക്ക് ശേഷം വളരെ കുറച്ചാണ്. ഞാൻ IIT മദ്രാസിൽ പഠിച്ചു. IIT മദ്രാസിൽ എത്ര മലയാളികൾ പഠിക്കുന്നുണ്ട്? ബിലോ 200 മലയാളീസാണ് ഓരോ വർഷവും. IITസിൽ ടോട്ടൽ 23 IITകളിലും കൂടി എത്തുന്ന നമ്പർ ഓഫ് മലയാളീസ് എന്നുള്ളത്. അത് ടോട്ടൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരിൽ വെറും 1% മാത്രമാണ്. അതായത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു സിസ്റ്റത്തിലൂടെ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ബെസ്റ്റ് സ്ഥലങ്ങളിലോട്ട് എത്തുന്നില്ല. ഇവിടെ തന്നെ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നാൽ ഇന്ത്യയിൽ തന്നെ അവർക്ക് എല്ലാവരും ഇവിടെ ജോലി ചെയ്യണം, ഇവിടെ പഠിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പുറത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്കോളർഷിപ്സിൽ കാര്യങ്ങൾ അവൈലബിൾ ആണ്. എന്തുകൊണ്ട് SAT പോലത്തെ ഒരു എക്സാം എഴുതി ഒരു Ivy League യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ നമുക്ക് ശ്രമിച്ചുകൂടാ? പക്ഷെ അതാരും ശ്രമിക്കുന്നില്ലല്ലോ. പകരം നമ്മുടെ ഒരു +2 മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പോയി ചേരുന്നിടത്ത് എന്താ അർത്ഥമുള്ളതെന്നുള്ള അത് മാത്രം, ആ ഒരു കാര്യം മാത്രമാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അല്ലാതെ പുറത്ത് കുട്ടികൾ പോയി പഠിക്കുന്നതിനോ അവിടെ ജോലി ചെയ്യുന്നതിനോ ഒരിക്കലും എതിരല്ല. അത് മാക്സിമം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് ഇൻ റൈറ്റ് വേസ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാഞ്ഞിട്ടല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റീസ് ആളുകൾ മുതലെടുക്കാഞ്ഞിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വകാര്യ സർവകലാശാലകൾ പണ്ടേ വരേണ്ടതായിരുന്നു. കാരണം എപ്പോഴും എഡ്യൂക്കേഷനിൽ നല്ലൊരു കോമ്പറ്റീഷനും മറ്റു കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ലതാണ്. പ്രോബ്ലി ഒരു അപ്പർ ക്ലാസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ കൂടുതൽ ആക്സസിബിൾ ആവും. പക്ഷേ അപ്പോഴും എത്രത്തോളം ക്വാളിറ്റിയിൽ, അപ്പോൾ നമുക്ക് സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ നമുക്കില്ലാത്തതുള്ളൂ, സ്വകാര്യ കോളേജുകൾ നമുക്കുണ്ടല്ലോ. നമ്മുടെ സ്വകാര്യ കോളേജുകളിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്? കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഭൂരിഭാഗം എണ്ണത്തിനും 30% താഴെ മാത്രമാണ് റിസൾട്ട് ഉള്ളത്. അപ്പോൾ അത് പ്രൈവറ്റൈസ്ഡ് അല്ലാത്തതിൻ്റെ പ്രശ്നമല്ല, നേരെ മറിച്ച് പ്രൈവറ്റൈസ്ഡ് ആയിട്ടും നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്തതിൻ്റെയും ബേസ് ലെവലിൽ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാതെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ബാൻഡേഡ് കെട്ടിയിട്ട് കാര്യമില്ല. ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ ബാൻഡേഡ് കെട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ താഴെ ലെവലിൽ നിന്നുള്ള ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈ സ്വകാര്യ സർവകലാശാലകളും മറ്റെല്ലാ കാര്യങ്ങളും എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ആവും. അതില്ലാത്ത കാലത്തോളം നമ്മൾ എന്ത് സിസ്റ്റം കൊണ്ടുവന്നാലും അതെന്താവും, അത് അൾട്ടിമേറ്റ്ലി ഫെയിലിയറായി മാറുമെന്നാണ് തോന്നിയിട്ടുള്ളത്.